നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തിന് ശേഷം യുഎഇയിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന പ്രവാസികളെ വെട്ടിലാക്കി പുതിയ നിയമം. പുതുക്കിയ പാസ്പോർട്ടുമായി യുഎഇയിലേക്ക് യാത്ര ചെയ്യാനെത്തുന്ന പ്രവാസികളെ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ തടയുന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നു. കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റുമായി എത്തിയവരെയാണ് അധികൃതർ തിരിച്ചയച്ചത് എന്നാണ് ഉയർന്ന ആരോപണം. പുതിയ പാസ്പോർട്ട് വിവരങ്ങൾ യുഎഇ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതാണ് കാരണമെന്നാണ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ മറുപടി എന്നത്. അതോടൊപ്പം തന്നെ പഴയ പാസ്പോർട്ടും പുതിയതും ഒന്നിച്ചു വെച്ച് വിമാനത്താവളത്തിൽ കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. യുഎഇയിലെത്തിയ ശേഷം 150 ദിർഹം ഫീസ് അടച്ച് പുതിയ പാസ്പോർട്ടിലേക്ക് വിസ പതിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ മാറ്റം വന്നത്. ഇതോടെ പാസ്പോർട്ട് പുതുക്കിയവർക്ക് യുഎഇയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. കോവിഡ് ദുരിതകാലത്ത് ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലും ഭീതിയിലും യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ഇരട്ടി പ്രയാസം സൃഷ്ടിക്കുകയാണ് അധികൃതരുടെ ഇത്തരത്തിലുള്ള നയങ്ങൾ. ഇന്ത്യൻ ഇമിഗ്രേഷൻ അധികൃതരുടെ ഇത്തരത്തിലുള്ള നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. നാടിന്റെ സമ്പദ്ഘടനയെ പോറലേൽക്കാതെ സംരക്ഷിക്കുന്ന പ്രവാസികളോട് മനുഷ്യത്വമില്ലാത്ത ഇത്തരം നടപടികളിൽ നിന്നും ഉത്തരവാദപ്പെട്ടവർ പിന്തിരിയണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഓൺലൈൻ യോഗം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് റാഫി പള്ളിപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ആർങ്ങാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ നടന്ന ഓൺലൈൻ യോഗത്തിലൂടെയാണ് അതൃപ്തി രേഖപ്പെടുത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.